ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്നു ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുക. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. സങ്കീർത്തന പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് വളരെ പ്രസംഗിക്കപ്പെടുന്ന, ചിന്തിക്കപ്പെടുന്ന, ധ്യാനിക്കുന്ന, ജീവിതത്തിൽ വളരെ പ്രയോജനകരമായ ആശ്വാസങ്ങൾ പകർന്നിട്ടുള്ള, സന്തോഷങ്ങൾ പകർന്നിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ വായിച്ചത്. അന്ധകാരത്തിൻ്റെ കെട്ടുകളും സാത്താന്യ ബന്ധനങ്ങളെയും തകർക്കുന്ന ദൈവ സാന്നിധ്യം നിറയപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവവചനമാണ് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ എന്നുള്ളത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന അനവധി വാതിലുകളുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ, നന്മ പ്രാപിക്കുവാൻ കഴിയാതെ, അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ, നിങ്ങളുടെ സകല നന്മകളെയും തടയുന്ന ചില അന്ധകാരത്തിൻ്റെ വാതിലുകൾ നിന്റെ കുടുംബത്തെയും തകർക്കുമ്പോൾ അതിൽ നിന്നൊരു മോചനം ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഹൃദയവാതിൽ തുറക്കുവാൻ തടസ്സമായി നിൽക്കുന്ന നിന്റെ ജഡത്തിൻ്റെ സകല ചിന്തകളെയും നീ നീക്കിക്കളയണം. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് ലോക സൃഷ്ടാവായിരിക്കുന്ന യേശുക്രിസ്തു അഥവാ മാനവകുലത്തിൻ്റെ മുഴുവൻ പാപത്തിന് പരിഹാരം നൽകിയ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രവേശിപ്പാൻ തടസ്സമായി നിൽക്കുന്ന സകല വാതിലുകളെയും നമ്മൾ നീക്കിക്കളയണം. മനുഷ്യൻ്റെ ജഡത്തിൽ അനവധി പാപത്തിൻ്റെ വാതിലുകളുണ്ട്. അത് മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ നന്മ കാണാൻ കഴിയാത്ത നിലയിലൂടെ ശത്രു നിനക്കെതിരെ പല വാതിലുകളും അടച്ചെന്ന് വന്നേക്കാം. നിന്റെ പാപജീവിതത്തെ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് യേശു പ്രവേശിപ്പാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. യേശുക്രിസ്തുവിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്ത് നമ്മയും അവൻ്റെ പ്രത്യാശയിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തിരുവെഴുത്ത് പറഞ്ഞ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ലെന്ന് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പം ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിൽ നിന്നെ അകറ്റിക്കളയുന്ന, യേശുവിൽ നിന്നെ അകറ്റിക്കളയുന്ന നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് തളം കെട്ടി നിൽക്കുന്ന പാപ സ്വഭാവങ്ങൾ അതിനെയെല്ലാം നീ നീക്കിക്കളഞ്ഞിട്ട് ഹൃദയവാതിൽ യേശുവിന് വിട്ടുകൊടുക്കണം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരികയും ഞാൻ അവനോടും കൂടെ ഭക്ഷണം കഴിക്കുമെന്ന്. അതേ പ്രിയ സ്നേഹിത, നിൻ്റെ ഹൃദയവാതിൽ നീ തുറന്നു കൊടുക്കുന്നെങ്കിൽ ഇതുവരെ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിലും നിൻ്റെ ഭവനത്തിലേക്കും യേശുവിന് പ്രവേശിക്കാൻ കഴിയാതെ ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തി സാത്താൻ നിന്റെ കുടുംബത്തെയും തകർത്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് ദൈവം ഒരു മോചനം നൽകുവാൻ ആഗ്രഹിക്കുക. അതിൽ നിന്ന് നിനക്ക് നിൻ്റെ കുടുംബത്തിന് ഒരു വിടുതൽ നൽകാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവിന് വേണ്ടി നിന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. യേശുക്രിസ്തു മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റവനായി പിതാവിൻ്റെ വലത്തുഭാഗത്ത് സകല മാനവകുലത്തിനും വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും യേശുക്രിസ്തുവിന്റെ പരിഹാരമുണ്ട് എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് പറയുക. കുടുംബത്തെയും കുടുംബ ജീവിതത്തെയും തകർത്തുകൊണ്ടിരിക്കുന്ന ചില അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങളുണ്ട്, ചില പൈശാചിക മണ്ഡലങ്ങളുണ്ട്. അങ്ങനെയുള്ള സാത്താന്യ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബത്തിനകത്തും കുടുംബജീവിതത്തിനകത്തും ഇരുൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികൾ നിൻ്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ നിൻ്റെ കുടുംബത്തിൻ്റെ വാതിലും ഹൃദയവാതിലും നീ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കണം. യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കും ക്രിസ്തു നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വരുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഇരുളുകളെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ.
ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവവചനം എന്ന് പറയുന്ന വെളിച്ചമാണ്. എത്രയോ നാളുകളായി നിങ്ങളുടെ കുടുംബം ഇരുളിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. എന്തെങ്കിലും ഒരു സ്വസ്ഥതയോ സമാധാനം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ജീവിതത്തിൽ സന്തോഷം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എത്രമാത്രം കണ്ണുനീരുകളാണ് നീ ജീവിതത്തിൽ അനുഭവിക്കുന്നത്? ആരോടാണ് എൻ്റെ സങ്കടം പറയുന്നത്? ആരോടാണ് എൻ്റെ ദുഃഖം പറയുന്നത്? ഹല്ലേലൂയ! ആരെനിക്കൊരാശ്വാസത്തിൻ്റെ വഴി പറഞ്ഞു തരുമെന്നൊക്കെ ഓർത്ത് നീ കണ്ണുനീർ തൂകുന്ന അനവധി സന്ദർഭങ്ങളില്ലേ? എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ ഓർപ്പിക്കുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുമ്പോൾ, ഇന്ന് പകൽ മഹത്വത്തിൻ്റെ രാജാവായിരിക്കുന്ന ഈ അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച അഖിലാണ്ടത്തിനുടയവൻ, സകല ബ്രഹ്മാണ്ടത്തെ അടക്കി ഭരിക്കുന്ന നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് വരുവാൻ നിൻ്റെ ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുക്കാൻ കഴിയുമോ? കുടുംബത്തിനകത്തും ജീവിതത്തിലും സന്തോഷിപ്പാൻ കഴിയാതെ മരണം മതി എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയോ അനുഭവങ്ങൾ, മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അതിനുള്ള ഒരുക്കമായിരിക്കുന്ന നിൻ്റെ ജീവിതം, എന്നാൽ നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതെ നിൻ്റെ കുടുംബത്തിനകത്തിൻ്റെ ജീവിതത്തിൽ സമാധാനം തരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ നിന്നെ തന്നെ തകർത്ത് കളയരുത്. നിരാശകൾ കടന്നു വരുമ്പോൾ, ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, മരണകരമായ അനുഭവത്തിൽ നീ എത്തിച്ചേരുന്ന സന്ദർഭങ്ങളിലും നിന്റെ ഹൃദയവാതിൽ നീ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്ക്. അവൻ നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ! ദാവീദ് ഒരിക്കൽ പറഞ്ഞു, സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോയാലും, അതിന് മറ്റൊരു പരിഭാഷ എന്ന് പറയുന്നത്, ആമെ മരണനിഴലിൻ താഴ്വരയിലൂടെ കടന്നു പോയാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അപ്പം മനുഷ്യൻ്റെ ജീവിതം ചില കൂരിരുളിൻ്റെ അനുഭവങ്ങൾ കടന്നു വരാം, മരണനിഴലിൻ താഴ്വര പോലെയുള്ള അനുഭവങ്ങൾ കടന്നു വരാം. അങ്ങനെ നീയും നിൻ്റെ കുടുംബവും നശിക്കത്തക്ക നിലയിൽ സാത്താൻ പദ്ധതികൾ ആവിഷ്കരിക്കും. അവിടെ നിന്ന് നിന്നെ വിടിവിക്കുവാൻ ദൈവം ശക്തനാണ്. അവൻ സദാസമയം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവൻ സകലത്തിൻ്റെയും ന്യായാധിപനാണ്, സർവ്വ അധികാരവുമുള്ളവനാണ്, സർവ്വജ്ഞാനിയായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. നിന്റെ സകല പ്രശ്നങ്ങളെയും ദൂരത്തിരുന്ന് ഗ്രഹിക്കുന്നവനാണ്, നിന്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ പോലും അറിയുന്നവനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവതി യുവാവേ, സഹോദര സഹോദരി, നിന്റെ ജീവിതത്തെ നീയായിട്ട് തകർത്ത് കളയരുത്. നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി ആരോടും ചോദിക്കാതെ, ഒരാലോചന പോലും ചോദിക്കാതെ നീ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, ആത്മഹത്യ കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല, ആത്മഹത്യ കൊണ്ട് യാതൊരു പരിഹാരമില്ല, അതിൽ നിനക്ക് മോചനമില്ല. നിൻ്റെ ജീവിതത്തെ, നിൻ്റെ ജീവനെ നീ ഒടുക്കി കളയുമ്പോൾ, കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള അനവധി ദുഷ്ടന്മാരാൽ നിറഞ്ഞു കിടക്കുന്ന ആ നിത്യനരകത്തിലേക്കാണ് നീ പോകുന്നത്. ഈ ഭൂമി നീ അനുഭവിച്ചതിൻ്റെ എത്രയോ മടങ്ങ് കഷ്ടതയാണ് നീ അനുഭവിക്കാൻ പോകുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയവാതിൽ യേശുവിനെ തുറന്നു കൊടുക്ക്. യേശു നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും, ഭാരങ്ങളും പ്രയാസങ്ങളും നീക്കിത്തരും. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ ഇരുൾ മാറ്റി വെളിച്ചം പകരണമേ, അങ്ങയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയവാതിൽ തുറക്കുന്നുവെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഏൽപ്പിക്കുന്നു. കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങളുള്ള ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിരു തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്നവരെ അവിടുത്തെ കരങ്ങളിലേക്ക് വിധമായ വിഷയങ്ങളാൽ, പ്രതിസന്ധികളാൽ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിപ്പാൻ കഴിയാതെ സാത്താൻ പല വാതിലുകളും അടച്ചു വെച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവെ, ജനത്തിൽ നിന്ന് മോചനം കൊടുക്കണമേ. സകലത്തിന്മേലും നീതി വെളിപ്പെടുത്തിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.